തൊട്ടുരുമ്മിയിരിക്കാൻ കൊതിയായി, നിന്നെ കട്ടെടുത്തു പറക്കാൻ കൊതിയായി. വോയിസിന് കിട്ടിയിട്ടുള്ള ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള കോംപ്ലിമെന്റ്സ് എന്തൊക്കെയാ? കോമഡി ചെയ്യുന്ന ആൾക്കാർക്ക് എപ്പോഴും കൊമഡിയൻ എന്ന് പറയണ പോലെ തന്നെ ഈ റൊമാൻറ്റിക് സോങ്സ് ആണ് പാടാറുള്ളത്. കാടിറങ്ങിയോടി വരും ഒരു മൂടനായ കാട്ടുകടുവയെ വേട്ടയാടിയാടി ഇതുവഴി വാ. ഇപ്പം ഒരു ബാക്കിംഗ് ഇല്ലാതെ വരുന്ന ഒരു ആൾക്ക് ഇൻഡസ്ട്രിയിലേക്ക് കയറാൻ കുറച്ചും കൂടി സോഷ്യൽ മീഡിയ അല്ലെങ്കിൽ ഡിജിറ്റൽ പ്ലാറ്റ്ഫോംസ് ഒക്കെ ഹെൽപ്ഫുൾ ആണ് എന്ന് സാറിന് തോന്നുന്നുണ്ടോ? ഒരു സംശയമില്ല, ഒരു സംശയമില്ല. കാരണം ഇപ്പോൾ ഗൾഫിൽ അല്ലെങ്കിൽ യു കെയിലൊക്കെ പാടുന്ന ഒരു ഒരു ഓർഗനൈസേഷൻ, ഇതുപോലത്തെ പ്രോഗ്രാംസ് ചെയ്യുന്ന ഓർഗനൈസേഷൻ എന്ന് വെച്ചാൽ അവർ സിംഗർ എത്ര സിനിമയിൽ പാടി എന്നുള്ളതല്ല. ഒരു കാലത്ത് അങ്ങനെ ആയിരുന്നില്ല. ഞാനൊക്കെ വന്ന സമയത്തും കുറച്ച് നാൾ മുമ്പ് വരെ പ്ലേ ബാക്ക് സിംഗിങ് എന്നൊരു ഇതുണ്ടായി. ഇപ്പം ലൈവിൽ നമ്മൾ ഇപ്പോൾ ഒരു പക്ഷേ അവരവരുടെ വീട്ടിലിരുന്ന് കുറേ ഒരു കീബോർഡ് വെച്ച് കണ്ടിന്യൂസ് ആയിട്ട് കുറേ സോങ്സ് ഇറക്കിയതാവാം, അല്ലെങ്കിൽ വെറുതെ പുറത്ത് പോയി ഫ്രണ്ട്സ്, അവർക്കൊരു ഗ്യാങ് ഉണ്ടാവും, അവരെല്ലാവരും കൂടെ ചെന്ന് കുറച്ച് അങ്ങനെയൊക്കെ പല രീതിയിൽ ചെയ്യുന്നവരുണ്ട്. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ഒരു പ്ലേ ബാക്ക് സിംഗിങ് എന്നുള്ളതൊരു കമ്പൽസറി അല്ല. മീഡിയയിൽ നമ്മൾ എക്സ്പോസ് ചെയ്തിരിക്കുന്ന ഒരു വ്യക്തിയായിരിക്കണം. മാക്സിമം എക്സ്പോഷർ ഉള്ളവർക്ക് കുറച്ചുകൂടെ അവർ നിൽക്കുമ്പോഴത്തേക്കും നെറ്റിൽ അടിച്ച് നോക്കുമ്പോൾ ഈവൻ US എംബസിയിൽ പോയാൽ കൂടെ തന്നെ അവർ നമ്മൾ ഒരു ഈ പ്രോഗ്രാമിൻ്റെ ഈ വിസയ്ക്ക് പോകുമ്പോൾ അവർ നോക്കും, നമ്മൾ സിംഗർ ദേവാനന്ദ് അടിക്കുമ്പോൾ ഉടനെ തന്നെ ആക്ടർ ദേവാനന്ദ് വരും. അപ്പോൾ ഇങ്ങനെ നമ്മൾ നോക്കും. അപ്പോൾ അവർ ആദ്യം സിംഗർ നടിക്കുമ്പോൾ നമ്മുടെ ഫോട്ടോസ് വരും. ഓക്കെ, അവിടെ വരെ അതാണ്. നമ്മൾ എത്ര സോങ് പാടിയെന്നോ ഒന്നുമല്ല വിഷയം. നമുക്ക് മീഡിയയിൽ അവർ സെർച്ച് ചെയ്യുമ്പം വിരൽത്തുമ്പിൽ മൊബൈലിലോ ട്രെയിനിലൊക്കെ പോകുമ്പോൾ ആൾക്കാർ എവിടെയെങ്കിലും കണ്ടുവരിഞ്ഞെന്ന് നോക്കുമ്പോൾ അവരിങ്ങനെ ആദ്യം ഇങ്ങനെ നോക്കും, അത് കഴിഞ്ഞ് സെർച്ച് ചെയ്ത് നോക്കും. അത് ശരി. അപ്പോൾ ഓപ്ഷൻസ് ഒരുപാടാണ്, എല്ലായിടത്തും ഇത് തന്നെയാണ്. അപ്പം മീഡിയയിൽ എക്സ്പോസ് ചെയ്തുള്ള ആൾക്കാർക്കൊരു പ്രാധാന്യം പ്രത്യേകതയുണ്ട്. സാർ ഇപ്പോൾ പറഞ്ഞതിനെ കണക്ട് ചെയ്ത് ചോദിക്കും, അപ്പോൾ അങ്ങനെ വിയേർഡായിട്ടുള്ള എന്തെങ്കിലും എക്സ്പീരിയൻസസ് ലൈവായിട്ട് ഉണ്ടായിട്ടുണ്ടോ? ഈ പറഞ്ഞ കണക്ക് ആളെ തിരിച്ചറിയാതെയോ അല്ലെങ്കിൽ ചമ്മിപ്പോയോ അല്ലെങ്കിൽ നമ്മുടെ അടുത്ത് വന്ന് എന്തെങ്കിലും പറഞ്ഞോ? ഇല്ല, കൺഫ്യൂഷൻസ് ഒരുപാടുണ്ട്, അങ്ങനെ ഉണ്ടായിട്ടുണ്ട്. ഇപ്പം പറഞ്ഞാൽ ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇപ്പോൾ ടിനിയും ഞാനും കൂടെ, ടിനി അന്ന് വരുന്ന സമയം, ടിനി ടോം ഏതൊരു സ്കൂളിൻ്റെ ഫംഗ്ഷന് പോയപ്പോഴത്തേക്കും ഒരു ഫാദറായിരുന്നു ഉണ്ടായിരുന്നു. അങ്ങനത്തെ ഒരു ട്രഡീഷണൽ ഒരു സ്കൂളായിരുന്നു. അപ്പം ഞാനവിടെ ചെന്നപ്പോഴത്തേക്ക് എൻ്റെ അടുത്ത് ചോദിച്ചു, ടിനി അല്ലേ എന്ന് ചോദിച്ചാൽ. അപ്പോൾ ഞാൻ ടിനി അല്ല, ദേവാനന്ദാണ്. അകത്തേക്ക് കയറിയിരുന്നു. അത് ഞാൻ അപ്പം ടിനിയുടെ അവിടെ ചെന്നപ്പം ടിനി ഇങ്ങനെ ഭയങ്കര ദേഷ്യപ്പെട്ട് ഇങ്ങനെ ഇരിപ്പുണ്ട്. അപ്പം ഞാൻ ചോദിച്ചു എന്താണ്? അല്ല, അയാളെന്നോട് ചോദിച്ചു ദേവാനന്ദാണെന്ന് ചോദിച്ചു. ചെറുതായിട്ട് അവരൊന്നും അതിനെപ്പറ്റി കുറേ അല്ല, അവരൊരു വേറൊരു കാറ്റഗറി അല്ലേ, അപ്പോൾ അവർ ശ്രദ്ധിച്ചിട്ടുണ്ടാവില്ല. അപ്പം അവർ രണ്ടുപേര് ഗസ്റ്റ് വരുന്നു ചോദിച്ചു എന്നുള്ളതുണ്ട്. അങ്ങനെയൊക്കെ ഒരുപാട് ഉണ്ടാവാറുണ്ട് ചില സ്ഥലങ്ങളിൽ. ഇപ്പം എൻ്റെ പേരിൻ്റെ കൺഫ്യൂഷനിൽ തന്നെ കുറേ ആൾക്കാർ ഒരുപാട് പ്രദീപുണ്ട് ഇല്ലേ. അപ്പോൾ അങ്ങനെ കുറേ ആൾക്കാർ ചില പിന്നെ അവർ പറയും, പിന്നെ പൊതുവെ കരിമിഴിക്കുരി എന്ന് പറയും. കരിമിഴിക്കുരി അല്ലേ, അപ്പോൾ പിന്നെ പ്രശ്നമില്ല, പേരൊന്നും പറയേണ്ട ആവശ്യമില്ല. ഇനി ഞാൻ 2006 കൂട്ടിക്കൊണ്ടുപോവാം. പ്രതാപചന്ദ്രൻ എന്ന് പറഞ്ഞ ആ മനുഷ്യൻ എങ്ങനെയാണ് ദേവാനന്ദായി മാറിയത്? ഇല്ല, അതിൻ്റെ അകത്ത് സിമിലർ ആയിട്ടുള്ള ഒരുപാട് നെയിംസ് വന്നപ്പോഴേ നമ്മുടെ അവസരങ്ങൾ പലതും അങ്ങനെ ഡൈവേർട്ടായി. പിന്നെ ആൾക്കാർക്ക് ഒരുമിച്ച് വരുന്ന പ്രോഗ്രാംസിനൊക്കെ കൺഫ്യൂഷൻസ് ഉണ്ടായി ഒരുപാട്. കാരണം പ്രദീപ് തന്നെ 3 പേരുണ്ട്, പ്രതാപുണ്ട്, ഞാനുണ്ട്, വിധുണ്ട്. പിന്നെ അങ്ങനെ കുറേ കൺഫ്യൂഷൻസ് വന്നപ്പോഴത്തേക്കും ആൾക്കാർക്ക് ഇൻഡസ്ട്രിയിലും ഞങ്ങൾക്ക് കുറേ ഇഷ്യൂസായി. അപ്പം ഞാൻ ചിന്തിച്ചത്, കാര്യം എൻ്റെ ആ പേരിൽ കുറേ പാട്ടുകളുണ്ടെങ്കിലും ഒരുപക്ഷെ വരുന്ന പാട്ടുകളെങ്കിലും നമുക്ക് ആ ഒരു കൺഫ്യൂഷനിൽ നിന്ന് ഒഴിവാക്കാമെന്ന് വെച്ചിട്ടാണ് അങ്ങനെ ഒരു നെയിം ചേഞ്ച് ചെയ്തത്. അച്ഛൻ്റെ പേര് വാസുദേവൻ എന്നായതുകൊണ്ട് ആനന്ദ് വീട്ടിൽ വിളിക്കുന്ന പേര് അങ്ങനെ ദേവാനന്ദ് എന്നാക്കിയത്. ദേവരാജ മാസ്റ്റർ ഒരു പ്രാവശ്യം പറയുണ്ടായി, ഒരേ പേരിൽ 2 പേരൊരിക്കലും പ്രശസ്തരാണ്. പക്ഷേ പി ജയചന്ദ്രൻ സാറ്, ജയേട്ടൻ വന്നു, എം ജയചന്ദ്രൻ വന്നു. എം ജയചന്ദ്രൻ അതുപോലെ തന്നെ അദ്ദേഹം അത്രയും മീഡിയയിൽ എക്സ്പോസ്ഡ് ആയിരുന്നു. കുറേ കർണാട്ടിക് ഷോസ് അല്ലെങ്കിൽ ഇതിൻ്റെ ഇൻ്റർവ്യൂസ് അങ്ങനെ ചെയ്ത് അദ്ദേഹം ഹാർഡ് വർക്ക് ചെയ്ത് തന്നെ അദ്ദേഹം മുമ്പോട്ട് വന്നത്. അങ്ങനെ ഒരാളെ നമ്മുടെ മ്യൂസിക് ഡയറക്ടർ എന്നുള്ളത് ആൾക്കാർക്ക് ആർക്കും കണ്ടാലും ഇപ്പോൾ അറിയാൻ പറ്റും അല്ലേ. അപ്പോൾ അങ്ങനെ പോസിബിളാണ്. നമ്മൾ ഇതുപോലെ തന്നെയുള്ള മീഡിയയിൽ കൂടുതൽ വരുമ്പോഴാണ് അതിൻ്റെ ഇത് വരുന്നത്. ഇപ്പോൾ സംഗീതത്തിൽ സിംഗിങ് അല്ലാതെ എക്സ്പ്ലോർ ചെയ്യാൻ പറ്റുന്ന കുറേ മേഖലകൾ മ്യൂസിക്കിലുണ്ടല്ലോ. അപ്പം കമ്പോസിങ്ങും ചെയ്തിട്ടുണ്ട്. ഇനി ഒരു സിനിമയുടെ ഭാഗമായിട്ടൊക്കെ വരുന്നുണ്ടെന്നൊക്കെ ഞങ്ങൾ ന്യൂസ് അറിയുന്നുണ്ട്. അപ്പോൾ എന്താണ് അതിൻ്റെ വിശേഷം? സിംഗിങ് എനിക്കൊരു പ്രൊഫഷനായിട്ട് കൊണ്ടുപോകാനും താല്പര്യമില്ല. കാരണം അതൊക്കെ ഒരുപാട് ആൾക്കാർ കമ്പോസേഴ്സ് ഉണ്ട്. ഞാൻ ഒരുപാട് പേരുടെ കമ്പോസിങ്ങൊക്കെ ഇരുന്നിട്ടുണ്ട്. സുരേഷ് പീറ്റേഴ്സ്, ഈവൻ വിദ്യാജിയുടെ കൂടെ, അല്ലെങ്കിൽ അങ്ങനെ കുറേ ആൾക്കാരുടെ കൂടെ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ആ ഒരു എക്സ്പീരിയൻസ് നമുക്കുണ്ട്. അത് ഇഷ്ടമാണ് എനിക്ക്. അതുകൊണ്ടാണ് കുറേ ആൽബംസ് ചെയ്തിരുന്നു, ഡിവോഷണൽസ് ചെയ്തിരുന്നു. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ചെയ്ത സമയത്ത് കണ്ണൂരുള്ള ഒരു ടീമാണ് എന്നെ കോൺടാക്ട് ചെയ്ത്, ഇങ്ങനെ ഒരു ഫിലിം ചെയ്യുന്നുണ്ട്, അതിൽ മ്യൂസിക് ചെയ്യാൻ പറ്റുന്നുണ്ട്,
സുരേഷ് എന്ന് പറഞ്ഞിട്ട് ആൾ സുരേഷ് ഈട്ടിശ്ശേരി എഴുതിയിരുന്നത്. അദ്ദേഹത്തിന് ആൽബംസ് ഞാൻ ചെയ്ത് കൊടുത്തിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞ ഒരു കാര്യം, ഒരു കണ്ടീഷനേ ഉള്ളൂ, ഞാൻ പാട്ട് ചെയ്തു തരാം, നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ മാത്രം എടുക്കുക. കാരണം എന്താണെന്നറിയോ, നമ്മളുടെ അടുത്ത് പറയുമ്പം നമ്മൾ ചെയ്തു കൊടുക്കുമ്പോൾ എങ്ങനെയാണ് പുള്ളിയോട് പറയുക, ഇനിയിപ്പം പാട്ട് എനിക്ക് അത്ര ഒരു ഞാൻ വിചാരിച്ച പോലെ ആയില്ല എന്ന് പറയുമ്പം അത് നമുക്കും വിഷമമാണ് അവർക്കും വിഷമമാണ്. അപ്പം പറഞ്ഞു ഇല്ല അത് പറയാം എന്ന് പറഞ്ഞു. അപ്പോൾ ചെയ്തു കൊടുത്തു, അതിൻ്റെ സജഷൻസൊക്കെ പറഞ്ഞു, അവർ കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുത്തപ്പോൾ അവർക്ക് ഇഷ്ടമായി, അത് വർക്കൗട്ടായി. നെയ്ത്തുകാരൻ്റെ മകൾ ഒരു ആർട്ട് മൂവി കൈൻഡ് ഓഫ് ഇതുണ്ട്, കുറച്ചൊരു ഫ്ലേവർ ഉണ്ട്. എൻ്റെ വർക്കുകൾ എനിക്കൊന്ന് സ്റ്റാർട്ട് ചെയ്യുന്നേ ഉള്ളൂ. അതിൻ്റെ അകത്തൊരു 2 സോങ്സ് ഉണ്ടായിരുന്നു. അപ്പോൾ അതങ്ങനെ ഒരു കാര്യം ചെയ്തിട്ടുണ്ട്. പിന്നെ കുറച്ച് ആൽബംസിൻ്റെ ഷൂട്ട്സും കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്, കമ്പോസ് ചെയ്തത്. അതിങ്ങനെ ആരെങ്കിലുമൊക്കെ കുറച്ച് പേര് എഴുത്തുകാർ പ്രൊഡ്യൂസർമാരാവണൊരു അങ്ങനെ ഒരു ഇതുണ്ട്. അപ്പോൾ അവരുടെ ഒരു പാട്ട് പുറത്തിറങ്ങാനൊരു താല്പര്യമായിട്ട് അങ്ങനെ പറയുമ്പം എൻ്റെ അടുത്ത് പറയാറുണ്ട് പലരും. ഇപ്പോൾ ഈവൻ മീഡിയ വഴി, ഫേസ്ബുക്ക് വഴിയും ഇൻസ്റ്റ വഴിയൊക്കെ അവർ കോൺടാക്ട് ചെയ്യും. ഞാനത് ചെയ്തു കൊടുക്കാറുണ്ട്. അപ്പോൾ അവർക്ക് ഇഷ്ടപ്പെടാറുണ്ട്. അങ്ങനെ കുറച്ച് അതൊരു പാരലായിട്ട് ഇങ്ങനെ ഒരു പോയിക്കൊണ്ടിരിക്കുന്നു. ഹസീന ബീഗം എന്ന് പറഞ്ഞിട്ടൊരു റൈറ്റർ ദുബായിൽ, അബുദാബിയിലുള്ളതാണ്. അവരുടെ ഒരു പാട്ട് ഞാനിപ്പം ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഷൂട്ട് ഇപ്പം നടക്കാൻ പോകണേ ഉള്ളൂ. നല്ലൊരു പാട്ടാണ്, എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടൊരു പാട്ടാണ്. അത്യാവശ്യം നന്നായിട്ട് ഒരു പാട്ടുകാരനായിട്ട് തന്നെ ഒന്ന് ഞാൻ തന്നെ ഒന്ന് അഭിനയിച്ച് നോക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ട്. ഞങ്ങൾ കാണാൻ വെയിറ്റിംഗാണ്. നമ്മൾ അടുത്ത ചെറിയൊരു സെഗ്മെൻറ്റിലേക്ക് പോവാണ്. എൻ്റെ കയ്യിൽ സാറിൻ്റെ എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള കുറച്ച് സോങ്സ് ഞാൻ എഴുതിയിട്ടുണ്ട്. അപ്പോൾ അത് പറയുമ്പോൾ ആ സോങ്ങായിട്ട് ബന്ധപ്പെട്ട ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ളൊരു മെമ്മറി ഒന്ന് ഷെയർ ചെയ്യുന്നൊരു ഡൗൺ ലൈൻ മെമ്മറി ലൈനാണ്. ആദ്യത്തെ ക്ലാസ്മേറ്റിൽ നിന്ന് തുടങ്ങാം അല്ലേ? കാത്തിരുന്ന പെണ്ണല്ലേ, കാത്തിരുന്ന പെണ്ണല്ലേ, കാലമേറെയായില്ലേ, മുള്ളുപോലെ നൊന്തില്ലേ, നോവിലിന്നു തേനല്ലേ, വൈകി വന്ന രാവല്ലേ, രാവിനെന്തു കുളിരല്ലേ, ഉള്ളിലുള്ള പ്രണയം തീയല്ലേ. അലുമിനി അസോസിയേഷൻസ് ഏറ്റവും അധികം ഈ ഒരു സിനിമ അല്ലെങ്കിൽ ഈ ഒരു പാട്ട് വന്നതിന് ശേഷമാണ് കൂടുതൽ ഫ്ലറിഷ് ആയത്. അതിൽ രാജുവിന് വേണ്ടിയിട്ട് പാടിയ 2ാമത്തെ സോങ്ങാണെന്ന്. അതെ, ആദ്യം പാടിയത് മേലെ മാനത്തെ ആയിരുന്നു, മാണിക്കക്കല്ല്. പിന്നെ കാവ്യ ഉണ്ടായിരുന്നു. അപ്പോൾ അതിൽ ലാലുവേട്ടൻ്റെ സിനിമകളിൽ വിദ്യാജി അല്ലാതെ പാടിയ ഒരു പാട്ടാണ്. അലക്സ് പോൾ ആണ് മ്യൂസിക് ചെയ്തത്, ശരത്തേട്ടൻ്റെ. ക്യാമ്പസ് സോങ് എന്നുള്ളത് കരിമിഴിക്കുരുവിയോ അല്ലെങ്കിൽ തൊട്ടുരുമിരിക്കാനൊന്നും ഒരിക്കലും ക്യാമ്പസുമായിട്ട് റിലേഷനൊന്നുമില്ല. അപ്പോൾ അങ്ങനെ വെച്ച് നോക്കുമ്പോൾ നമുക്ക് കിട്ടിയ ഒരു നല്ലൊരു ഡിബേറ്റ് സോങ്ങാണ്. ആൾക്കാർക്ക് നല്ലൊരു സിനിമ, ഈ പാട്ട് എത്രയൊക്കെ പാടി വെച്ചാലും ആ സിനിമയുടെ കറക്റ്റ് ഒരു സിറ്റുവേഷനിൽ അവർ ആ പാട്ട് ഡിസേർവ് ചെയ്യുന്നൊരു സിറ്റുവേഷനിൽ ഇരിക്കുമ്പോഴാണ് ആ പാട്ടിന് ഭംഗി ഉണ്ടാവുക. എന്ന് പറയുന്ന പോലെ തന്നെ ഇത് കറക്റ്റ് ഒരു നല്ല സിറ്റുവേഷനായിരുന്നു. അതുകൊണ്ട് അത് പേര് മാറ്റിയതിന് ശേഷമുള്ള ആദ്യത്തെ പാട്ടും കൂടെ ആയതുകൊണ്ട് അതെനിക്കൊരു വലിയ ഹെൽപ്ഫുള്ളായിരുന്നു ആ ഒരു പാട്ട്. ആൾക്കാർ ഒരുപാട് ഇഷ്ടപ്പെട്ടൊരു മൂവിയാണ്. അതൊരു സന്തോഷമാണ്. നമുക്ക് പാട്ട് മാത്രമല്ല, ആ മൂവിയും ഇഷ്ടപ്പെടുകയും അതിൽ വർക്ക് ചെയ്ത എല്ലാവർക്കും അതിൻ്റെ ഒരു ഡിസേർവിംഗ് ആയിട്ടുള്ളൊരു അപ്രീസിയേഷൻ കിട്ടുക എന്ന് പറയുന്നത്. ഓക്കെ സാർ. അടുത്തത് നമ്മുടെ എവർഗ്രീൻ കരിമിഴിക്കുരുവി ടെൻഷൻ അടിച്ച് പാടിയ പാട്ടാണ്. കാരണം എനിക്ക് സ്ട്രൈറ്റ് ആണെന്ന് അറിയില്ലായിരുന്നു. വിദ്യാജി വന്ന് പറഞ്ഞു ഇത് നിൻ്റെ പാട്ടാണ്, ഇത് നിൻ്റെ കരിയറിൽ എപ്പോഴും നോട്ടബിൾ ആയിട്ടുള്ളൊരു സോങ് ആയിരിക്കും, നോട്ട് ചെയ്യുന്നൊരു സോങ് ആയിരിക്കും. ലാലുവേട്ടനും പറഞ്ഞു നീ നന്നായിട്ട് പാടിക്കും. എന്നെ വിളിക്കുമ്പോൾ ഇങ്ങനെ സ്ട്രൈറ്റ് ആയിട്ടൊന്നും പറഞ്ഞില്ല. അപ്പം നമ്മൾ നോർമലി പോകുന്ന പോലെ അങ്ങ് പോയി, അത്രയേ ഉള്ളൂ. അവിടെ ചെന്നപ്പം ഇവർ ഇത്രയും എക്സ്പെക്റ്റ് ചെയ്യാന്ന് പറയുമ്പോൾ നമ്മൾ അതിനനുസരിച്ച് പാടാൻ പറ്റണേ എന്നുള്ളൊരു ടെൻഷൻ, അതൊരു ടെൻഷൻ അടിച്ച് തന്നെ പാടിയതാണ്. പക്ഷേ അദ്ദേഹം റിലാക്സായി. കാരണം വിദ്യാജിക്കറിയാം ഏത് സിംഗറെ കൊണ്ടുവന്നല്ല അദ്ദേഹത്തിൻ്റെ ഇന്ന് എങ്ങനെ പാടിച്ചെടുക്കണമെന്ന് വ്യക്തമായിട്ടറിയാം. ഒരിക്കലും ആ പാട്ടുകാരെയോ ഹേർട്ട് ചെയ്യാണ്ട് അദ്ദേഹത്തിന് വേണ്ടത് എടുത്തുകൊണ്ട് അങ്ങനെ എടുപ്പിക്കോളും. നമുക്കതുകൊണ്ട് വേറെ അവിടെ നിന്നു കൊടുത്താൽ മതി. അതാണ് സത്യം. അതിന് ഭാഗമാകാൻ സാധിച്ചതാണ് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഭാഗ്യം എന്ന് തന്നെ പറയാം. പ്രത്യേകിച്ച് ചേച്ചിയുടെ കൂടെ, സുജാ ചേച്ചിയുടെ കൂടെ ഒരു പാട്ട്, അതൊരു വലിയ ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു. അടുത്തത് രസികനിലെ തൊട്ടിരുമ്മിയിരിക്കുക. രസികനിൽ ഈ ഏകദേശം എനിക്ക് തോന്നുന്നത് അന്ന് ഈ മീശമാധവനിലെ പാട്ട് പോലെ തന്നെ സിറ്റുവേഷൻ വൈസൊക്കെ ഏകദേശം ഓൾമോസ്റ്റ് സെയിമാണ്. ഒരു ഗ്രാമീണ പശ്ചാത്തലം, സുജാ ചേച്ചി തന്നെ പാടി, സമൃദ്ധ വന്നു അതിൻ്റെ അകത്ത്, നായിക മാറി, കാവ്യ മാറി, അത്രയേ ഉള്ളൂ. അതിൻ്റെ അകത്ത് വേറെ പിന്നെ കുറച്ചുകൂടെ മറ്റേതിനേക്കാളും കുറച്ചുകൂടെ ഒരു മോഡേണൈസ് ചെയ്ത ഒരു പാട്ടാണ്. കുറച്ച് ആ തെയ്യാരെ എന്നുള്ള പോർഷൻസൊക്കെ വരികയും അങ്ങനെയൊക്കെ വരുന്നതുകൊണ്ട് കുറച്ചുകൂടെ എനിക്ക് ദീപക് ദേവ് പറയാറുണ്ട്, കരിമിഴിക്കുരുവിയേക്കാളും ദീപക്കിന് ഇഷ്ടം തൊട്ടുരുമ്മിരിക്കാനെന്ന് പറയാറുണ്ട്. അതിൻ്റെ ഒരു ഹാർമണി, വിദ്യാജിയുടെ ഒരു മാജിക് എന്നല്ലാണ്ടൊന്നും പറയാനില്ല അതിനകത്ത്. അത്രയും ആൾക്കാർക്ക്. പിന്നെ ഗിരീഷ് ഏട്ടൻ്റെ കാര്യം,
ഇപ്പോൾ അതിൻ്റെ അകത്ത് ഒരു പൊയറ്റിക്കൽ എക്സലൻസ് ഒന്നുമില്ല അതിനകത്ത് അല്ലേ. തൊട്ടുരുമ്മിയിരിക്കാൻ കൊതിയായി, കട്ടെടുത്ത് പറക്കാൻ കൊതിയായി, എന്നാളും നീ എൻ്റേതല്ല, ഇത്രയേ ഉള്ളൂ. അത് സിമ്പിളായിട്ട് ഒരു സാധാരണ പാട്ടിരിക്കുന്ന ഒരു സാധാരണക്കാരൻ്റെ മനസ്സിലേക്ക് പെട്ടെന്ന് അത് കയറി പറ്റും. ഒരു പ്രണയം മനസ്സിൽ സൂക്ഷിക്കുന്ന അല്ലെങ്കിൽ പ്രണയമുള്ള ഒരാളെ സംബന്ധിച്ചിടത്തോളം പെട്ടെന്ന് പറയാൻ പറ്റുന്ന ഈ പരികിൽ നീ ഉണ്ടായിരുന്നെങ്കിൽ എന്ന് പറഞ്ഞ പോലെ തന്നെ ഇത് പെട്ടെന്ന് അങ്ങോട്ട് ആൾക്കാരിലേക്ക് കയറും. അതാണ്. തൊട്ടുരുമ്മിയിരിക്കാൻ കൊതിയായി, നിന്നെ കട്ടെടുത്തു പറക്കാൻ കൊതിയായി, മുല്ലമുടി ചുരുളിൽ മുകിലായി, ഒന്ന് മൂടിപ്പുതച്ചിരുന്നാൽ മതിയായി, എന്നാളും എന്നാളും എൻ്റേതല്ലേ നീ, എന്താണീ കണ്ണിൽ പരിഭവം, മറ്റാരും കാണാ കൗതുകം. എപ്പോൾ കേട്ടാലും ഭയങ്കര ഫ്രഷ് ആയിട്ടാണ് വോയിസ് ഇരിക്കാറ്. വോയിസിന് കിട്ടിയിട്ടുള്ള ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള കോംപ്ലിമെൻറ്റ്സ് എന്തൊക്കെയാണ്? അല്ല, ഞാൻ പാടിയത് ഈ മറ്റേ കോമഡി ചെയ്യുന്ന ആൾക്കാർക്ക് എപ്പോഴും കൊമഡിയൻ എന്ന് പറയണ പോലെ തന്നെ ഈ റൊമാൻറ്റിക് സോങ്സാണ് പാടാറുള്ളത്. അപ്പം അതിന് യോജിച്ചതാണെന്ന് എല്ലാവരും പറയാറ്. അതിന് വ്യത്യാസമായിട്ട് പാടിയിട്ടുള്ളത് ഒന്ന് കാടിറങ്ങി ഓടിയുള്ള പാട്ടും അന്നക്കിളിയുടെ എൻ്റെ വേർഷൻ ഉണ്ടായിരുന്നു. അത് രണ്ടും വേറൊരു ഇതായിരുന്നു. നമ്മുടെ അടുത്ത മെമ്മറി ലൈനിലെ സോങ് അറിയാതെ ഇഷ്ടമായാണ് പാണ്ടിപ്പട. അറിയാതെ ഇഷ്ടമായി ശരിക്കും ജോത്സനയുടെ കൂടെ പാടിയൊരു സോങ്ങാണ്. സുരേഷ് പീറ്റേഴ്സ് നമ്മുടെ ഈ ഒരു കാറ്റഗറിയിൽ നിന്ന് മാറി കുറച്ച് മോഡേണായിട്ട് ചിന്തിക്കുന്ന ഒരാളാണ്. അതിൽ രസം എന്താണെന്ന് വെച്ചാൽ ഈ ഞാനൊരു പ്രോഗ്രാമിന് പോകുന്ന സമയത്തൊരു മാഗസിനിൽ ഇതിൻ്റെ ഒരു ഇത് കണ്ടു. ഞാൻ സുരേഷ് പീറ്റേഴ്സിൻ്റെ അടുത്ത് ട്രാക്സൊക്കെ വർക്ക് ചെയ്തിരുന്നു. അപ്പോൾ ഞാനൊരു പ്രോഗ്രാം ഇങ്ങനെ പുതിയ റാഫി മക്കാട്ടിൻ പുതിയ പടം ചെയ്യുന്നു, സുരേഷ് പീറ്റേഴ്സ് മ്യൂസിക്, ദിലീപ് നായകൻ എന്നൊക്കെ പറഞ്ഞു. ഞാൻ ആ വീട്ടിലിരുന്ന് വെറുതെ ചുമ്മാ വിളിച്ചു. ഞാൻ റാഫി സാറിൻ്റെ മെക്കാട്ടിൻ സാറിൻ്റെ വീട്ടിൽ ഞാനൊരു സ്റ്റുഡിയോ ഉണ്ടായിരുന്നു. അവിടെ റെക്കോർഡിങ്ങിന് പോയപ്പോൾ ഞാൻ അങ്ങനെ പരിചയപ്പെട്ടു. അപ്പം പറഞ്ഞു, മോനെ അത് പാട്ട് കഴിഞ്ഞല്ലോ, റെക്കോർഡിംഗ് ഒക്കെ കഴിഞ്ഞല്ലോ, ഇപ്പോഴാണ് വിളിക്കണേ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, ഞാൻ ഇപ്പോഴാണ് അറിഞ്ഞത്. കുഴപ്പമില്ല, നമുക്ക് പിന്നെ നോക്കാം. ഒരു അരമണിക്കൂർ കഴിഞ്ഞപ്പോൾ എന്നെ തിരിച്ചു വിളിച്ചു. നീ എവിടെയുള്ളത്? ഞാൻ പറഞ്ഞു, കോട്ടയത്താണ്. ഒന്ന് നാളെ ചെന്നൈ വരാൻ പറ്റുമോ? ഞാൻ പറഞ്ഞു, ഇന്ന് പ്രോഗ്രാം കഴിഞ്ഞ് നാളെ എത്തില്ല. ശരി, ഒരു ചെറിയൊരു പാട്ടുണ്ട്, നീ വന്ന് പാടിയാൽ മതി, ഞാൻ പിന്നെ കേട്ടോളാം. അങ്ങനെ വന്നൊരു പാട്ടാണ് ഈ അറിയാതെ ഇഷ്ടമായെന്നുള്ള പാട്ട്. ഞാൻ അടുത്തത് തൊട്ട് മുന്നേ നമ്മൾ മെൻഷൻ ചെയ്ത സോങ് തന്നെയാണ് CID മൂസയിലെ കാടിറങ്ങി. അതെല്ലാവരും ചോദിക്കുമായിരുന്നു, ഇത് എങ്ങനെ പാടി, കാർത്തികൊക്കെ ചോദിക്കായിരുന്നു. ശരിക്കും അതിൻ്റെ അകത്ത് കാർത്തിക്, ടിപ്പു, ടിമ്മി, പിന്നെ മലേഷ്യ വാസു സാറിൻ്റെ മോൻ, അങ്ങനെ കുറച്ച് പേര് റാപ്പ്, പിന്നെ ആ സ്പൈഡർമാൻ്റെ പോർഷൻസൊക്കെ പാടി. മലയാളം പോർഷൻസ് കംപ്ലീറ്റ് പാടിയത് ഞാനാണ്. കാടിറങ്ങിയോടി വരുമൊരു മൂടനായ കാട്ടുകടുവയെ വേട്ടയാടിയാടി ഇതുവഴി വാ, അമ്പു കൊണ്ടു കൊമ്പു കുതരണ വമ്പറുത്തു മാറ്റിയെറിയന തമ്പുരാൻ്റെ തന്ത്രമൊരുഞ്ഞൊടിതാ, വേതാളക്കഥയറിയാം തരര തരരി തരര, അങ്ങനെ അങ്ങോട്ട് പോവും. എനിക്ക് തോന്നുന്നത് കുട്ടികൾക്ക് ആ പാട്ട് ഭയങ്കര ഇഷ്ടമാണ്. പ്രത്യേകിച്ച് ആ സിനിമ കാണുന്നവർക്ക് ഞാൻ എപ്പോഴും പറയാറുണ്ട്, സിനിമ കണ്ട് എനിക്ക് വിഷമിച്ചു എന്ന് പറഞ്ഞു. കാരണം വെച്ചാൽ ആരും പാട്ട് കേൾക്കണില്ല, എല്ലാവരും ഈ കോമഡി സീൻ കണ്ടിങ്ങനെ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യുന്ന ഇതാണ്. ലൈവ് ഞാൻ അങ്ങനെ അധികം പാടിയില്ല, കാരണം വെച്ചാൽ ഇത്രയും കുറേ പോർഷൻസ് വരുന്നതുകൊണ്ട് അതൊന്നും ലൈവ് ഒരാളെ കൊണ്ട് പാടിച്ചെടുക്കൽ നടക്കില്ല, അല്ലെങ്കിൽ പിന്നെ മൈനസ് ട്രാക്കൊക്കെ വെച്ച് പാടണം. അങ്ങനെ ഒരു ഇതൊന്നും കിട്ടിയിട്ടുമില്ല. പക്ഷേ എനിക്ക് കരിയറിൽ എനിക്ക് നമ്മളെപ്പോഴും ചെയ്യാത്തൊരു കാര്യം ഞാൻ പറഞ്ഞില്ല എന്ന് പറഞ്ഞ പോലെ തന്നെ അങ്ങനെ ഒരു പാട്ട് ശങ്കർ മഹാദേവൻ പാടേണ്ട പാട്ടായിരുന്നു. ഞാൻ എൻ്റെ ട്രാക്ക് പാടി കഴിഞ്ഞപ്പോൾ അത് വിദ്യാജിക്ക് ഇഷ്ടപ്പെട്ടു. ദിലീപേട്ടനോട് ചോദിച്ചു, അവൻ പറഞ്ഞു എനിക്ക് ഓക്കെയാണ് എന്ന് പറഞ്ഞു. കേട്ടോ, അങ്ങനെ അങ്ങോട്ട് വർക്കൗട്ടായ ഒരു സോങ്ങാണ്. ഇപ്പം നമ്മൾ കരിമിഴിക്കുരുവിയുടെ കാര്യം പറഞ്ഞ പോലെ തന്നെ ആ ഒരു CID മൂസ വേവ് ഇപ്പോൾ വീണ്ടും തിരിച്ചു വരുവാണ്. ഈ സോങ് കുറേ പേര് റീൽസ് ചെയ്തിട്ടായാലും അല്ലെങ്കിൽ ഷോർട്സ് കട്ട് ചെയ്തിട്ടൊക്കെ. അപ്പോൾ ഇങ്ങനെ വരുന്ന സമയത്ത് ആൾക്കാർ ഇൻബോക്സ് ചെയ്യുമോ, വീഡിയോസും കാര്യങ്ങളൊക്കെ അയക്കാറുണ്ടോ? തീർച്ചയായിട്ടും അവർ റീൽസൊക്കെ ചെയ്തിട്ട് എനിക്ക് അയക്കാറുണ്ട്. ഞാൻ അവർ അക്സെപ്റ്റ് ചെയ്യാറുണ്ട്, ഞാൻ കമൻറ്റ് ചെയ്യാറുണ്ട്. ജോണി ആക്ച്വലി ഇന്നലെ കൂടെ വിളിച്ചേ ഉള്ളൂ, എൻ്റെ ഡയറക്ടർ. ഇപ്പം ആക്ടറാണല്ലോ, ഇപ്പം സിനിമകളൊന്നും ചെയ്യണില്ല. അദ്ദേഹത്തോടെ എനിക്ക് നല്ലൊരു തുടക്കം നല്ല ഞങ്ങളൊരുമിച്ചൊരു യാത്രയിലാണ് പരിചയപ്പെടുന്നത്. അതായത് CID മൂസ ചെയ്യാനായിട്ട് വിദ്യാജിയെ കാണാൻ പോകുന്ന സമയത്ത്. അപ്പോൾ എൻ്റെ അടുത്ത് ചോദിച്ചു, ഇങ്ങനെ വിദ്യാജി എങ്ങനെയാണ് പുള്ളി എങ്ങനെയാണ് നമുക്ക് ഡീൽ ചെയ്യാൻ എങ്ങനെയാണ്. ഞാൻ നല്ലൊരു ക്ലാസ് എടുത്ത് കൊടുത്തു കഴിഞ്ഞ് ഇത് സിനിമയൊക്കെ ചെയ്ത് കഴിഞ്ഞപ്പോൾ എന്നെ വിളിച്ചു, ഇത് എൻ്റെ സിനിമയല്ലാണ്ട് മാറി, വിദ്യാജിയുടെ പടമായിട്ട് മാറി, ഈ റെക്കോർഡിങ് കഴിഞ്ഞപ്പം.